ഹൾ ഡാമേജ് 20%. പക്ഷേ സിസ്റ്റം ഇപ്പോഴും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. തടയാൻ ഇനി ആർക്കും കഴിയില്ല. ആ ഒമിനിട്രിക്സ് എന്റേതാവും. ഈ ഗാലക്സിയിൽ ഒറ്റ ജീവി പോലും എന്റെ മുന്നിൽ വന്നു നിൽക്കാൻ ധൈര്യപ്പെടില്ല. പിന്നൊരു കാര്യം കൂടി, ഈ വർഷം ഞാൻ സമ്മർ സ്കൂൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇപ്പോഴേ പേര് നൽകാം. പുറത്തു പോവാം. എല്ലാവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. രക്ഷപ്പെട്ടു. ബെഞ്ചമിൻ, പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. തൂക്കി. നോർമലി നിന്റെ കയ്യിലുള്ള കാശ് വാങ്ങി നിനക്ക് നല്ല കിണ്ടലടി തന്നേനെ ഞാൻ. പക്ഷേ ഇന്ന് സ്കൂൾ പൂട്ടുന്ന ദിവസമായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാണ്. മര്യാദയ്ക്ക് എൻ്റെ കാശും കൂടെ എടുക്ക്. ഞങ്ങൾക്ക് വേഗം പോണം. അവനെ വിട്. പോയി തലേടാ കൊച്ചേർക്ക. മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പോൾ ഇവൻ വലിയ ഹീറോ കളിക്കാൻ ഇറങ്ങിയതാണോ? ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ ഉദ്ദേശമില്ലെങ്കിലോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ ടെന്നീസൺ. താങ്ക്സ് അലോട്ട്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതല്ലേ. അടുത്ത തവണ നീ ഹീറോ കളിക്കാൻ ഇറങ്ങുമ്പോളേ നിനക്ക് അതിനുള്ള ശേഷി ഉണ്ടോന്ന് കൂടി നോക്കിക്കോ. കം ബെൻ, നമുക്ക് പോവാം. നേരം ഒരുപാട് വൈകുന്നു. ഇരുട്ടാകുന്നതിന് മുമ്പ് എനിക്ക് ക്യാമ്പ് സൈറ്റിൽ എത്തണം. ഞാൻ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു. നീ എന്താ ഇവിടെ? ഇവൾക്കെന്താ ഇവിടെ കാര്യം? അടങ്ങട കോമാളി, ഇത് എൻ്റെ ഐഡിയ ഒന്നല്ല. സമ്മർ വെക്കേഷന് ക്യാമ്പിങ്ങിന് പോകുന്നത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ആരാ എൻ്റെ അമ്മയെ പറഞ്ഞു വിശ്വസിപ്പിച്ച്. ഗ്രാൻഡ്പാ, നിങ്ങളത് പറഞ്ഞില്ലെന്ന് പറയൂ. നിന്റെ കസിനും കൂടി വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതി. അതിൽ വല്ല പ്രശ്നമുണ്ടോ? കഷ്ടം തന്നെ. ഈ ട്രിപ്പിന് വേണ്ടി ഞാൻ സ്കൂൾ വർഷം മുഴുവനും കാത്തിരുന്നതാണ്. എന്നിട്ടിപ്പോൾ ഈ ക്വീൻ ഓഫ് കോട്ടീസ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് സ്വന്തമായിട്ട് വെക്കേഷൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നിട്ടാ. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കളർ കോഡ് വരെ കൊടുത്തു വെച്ചതായിരുന്നു. ഒരേ കാര്യം 2 ദിവസം തുടർച്ചയായി ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പക്ഷെ ഇപ്പോഴോ അടുത്ത 3 മാസത്തേക്ക് ഈ മണ്ടൻ കസിൻ്റെ കൂടെ സമയം കളയാനാണ് എൻ്റെ വിധി. വിഡ്ഢി മാക്രി. എന്തോ ഈ സമ്മർ വെക്കേഷൻ തീരാൻ ഒരുപാട് കാലതാമസം എടുക്കുന്ന എനിക്ക് തോന്നുന്നു. ഭക്ഷണം റെഡി. ഓക്കെ, ഞാൻ തോറ്റു. ഇതെന്താണെന്ന് പറഞ്ഞു തരുമോ? ഇത് മസാല ഇട്ടുണക്കിയ പുഴുക്കളാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് ഫ്രഷായി കിട്ടാൻ പാടാണ്. പല രാജ്യങ്ങളിലും ഇത് വിശിഷ്ട വിഭവമാണ് കേട്ടോ. വേറെ രാജ്യത്തായാലും ഇത് അറപ്പ് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ പുകയിട്ടുണക്കിയ ആടിൻ്റെ നാവിരിപ്പുണ്ട്. ഓ, നമുക്ക് വല്ല ബർഗറോ മറ്റോ കഴിച്ചാൽ പോരെ? നോൺസെൻസ്. ഈ വേനൽക്കാലം നിങ്ങളുടെ നാവിനെ സംബന്ധിച്ച് വലിയൊരു സാഹസികത തന്നെയായിരിക്കും. ഞാൻ പോയി ആ നാവ് എടുത്തു വരാം. ഓക്കെ. എൻ്റെ ബാഗിലെ പകുതി കഴിച്ച കുറച്ച് ചിപ്സും ഒരു ചോക്ലേറ്റും ഉണ്ട്. എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കുറച്ച് റൈസ് കേക്ക്സും ഹാർഡ് ക്യാൻഡിയും. ഇത് വെച്ച് നമുക്ക് ഈ വെക്കേഷൻ മൊത്തം തള്ളി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവരുടെ പ്രൊപ്പൽഷൻ സിസ്റ്റം തകർത്തിട്ടുണ്ട്. എനിക്ക് ഒമിനിട്രിക്സ് ഇപ്പോൾ തന്നെ വേണം. മക്കളെ, നമുക്ക് വല്ല മാർഷ്മലോ ചുട്ടാലോ? അതോ പേടിപ്പെടുത്തുന്ന കഥകൾ പറയണോ? പേടിപ്പെടുത്തുന്നതോ? ഇവളെ പോലെ വിചിത്ര സ്വഭാവമുള്ള കസിനോടൊപ്പം ഈ വെക്കേഷൻ ചെലവഴിക്കുന്നതിനേക്കാളും വലിയൊരു പേടി എനിക്കില്ല. എനിക്ക് വരെ ആഗ്രഹമുണ്ട് ഗ്രാൻഡ്പാ. പക്ഷെ ഞാനിപ്പോൾ ഒരു കാര്യം സബ് ചെയ്യണം. എക്സ്ട്രീം മണ്ടത്തരത്തിന് ഒരു മരുന്നുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതുവരെ ഒന്നും കിട്ടിയില്ല ബെൻ. എന്തായാലും പ്രതീക്ഷ കൈവിടണ്ട. ഓ, നിങ്ങൾ രണ്ടുപേരിങ്ങനെ തുടങ്ങല്ലേ. നമ്മളെല്ലാവരും ഒറ്റ ടീമാണ്. നമുക്ക് ഈ സമ്മർ മുഴുവനും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ വോട്ട് മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. ഞാനൊന്ന് നടന്നിട്ട് വരാം. നമുക്ക് വന്നിട്ട് കാണാം. അവർ പതുക്കെ പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓ മാൻ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് വെക്കേഷനാണിത്. ഇതിലും നല്ലത് സമ്മർ സ്കൂളിൽ പോകുന്നതായിരുന്നു. ഓ, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ, ഒരു വാച്ചോ? ഔട്ട്ഡോർ സ്പേസിൽ എന്താ ഈ വാച്ചിന് കാര്യം? അയ്യോ, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്. ഗ്രാൻഡ്പാ, ഓടി വരണേ. ബെൻ പോയിട്ട് കുറെ നേരമായല്ലോ. അവിടെ വലിയ ട്രബിളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ അവൻ വല്ല കരടിയുടെയും ഭക്ഷണമായി തീർന്നില്ലെങ്കിൽ എനിക്ക് അങ്ങനെ സ്വപ്നം കാണാൻ പോലും അവകാശമില്ലേ? ഓ കൂൾ. എനിക്ക് തീ പിടിച്ചേ, എനിക്ക് തീ പിടിച്ചേ, എൻ്റെ ദേഹം മൊത്തം കത്തുന്നേ, എനിക്ക് തീ പിടിച്ചേ, എനിക്ക് തീ പിടിച്ചേ. ഹേയ്, എനിക്ക് തീ പിടിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ. ചെക്ക് ചെയ്താലോ? ഐ ആം ടോട്ടലി ഹോട്ട്. എനിക്കിഷ്ടപ്പെട്ടു. വെയിറ്റ്, സ്റ്റോപ്പ്. അയ്യോ, പണിവാണി. ഓ മാൻ, ഇതിനെനിക്ക് കണക്കിന് കിട്ടും. എന്താ കണ്ടിട്ട് ഫോറസ്റ്റിൽ തീ പിടിച്ചതുപോലെ ഉണ്ട്. നമുക്ക് വേഗം റേഞ്ചർ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഏതോ ബുദ്ധിയില്ലാത്തൊരു ക്യാമ്പർ തൊടാൻ പാടില്ലാത്ത എന്തോ ഒരു സാധനത്തിൽ തൊട്ട് കാട്ടുകൂട്ടിയ പണിയാണ് ഇതെന്ന് ഉറപ്പാണ്. ബെൻ, ഇതെടുക്കുന്നത് നല്ലതാ. സംഭവം കാണാൻ രസമുണ്ടെങ്കിലും എല്ലാം കയ്യുന്നു പോയ അവസ്ഥയാ. ലുക്ക്, എന്നെ കാണാൻ വീടായിട്ടാണ് ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ പേടിക്കാൻ എന്തിരിക്കുന്നു? നീ എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ തന്നെ ഇരുന്നോളാം. ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ. Don't even think about it, freak. ബെൻ, ഇത് നീയാണോ? എന്താ പറ്റിയത്? അതായത് ഞാൻ നടന്നു വരുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഈ ഉൽക്ക പാഞ്ഞു വന്നത്. അതിനെ ഏതാണ്ട് ചർച്ച കളയേണ്ടതായിരുന്നു. പക്ഷെ അത് ശരിക്കും ഒരു ഉൽക്കയായിരുന്നില്ല. പിന്നെ അത് മാറ്റാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ദേഹത്ത് തീ പിടിച്ചത്. പക്ഷെ ട്വിസ്റ്റ് എന്നാൽ എനിക്ക് ഒട്ടും വേദനിച്ചില്ല. അപ്പോഴാണ് ഞാൻ അറിയാതെ ഈ കാട്ടു തീ ഉണ്ടാക്കി പോയത്. ഗ്വിൻ, അറിയോൾ, ഇതെന്തു പണ്ടാരാ? ഗ്രാൻഡ്പാ, ഇത് ആരാ നോക്ക്. ഗ്രാൻഡ്പാ, ഞാനാ ബെൻ. ബെൻ, നിനക്കെന്താ പറ്റിയത്? അത് ഞാൻ നടക്കുമ്പോ പെട്ടെന്ന് ഉൽക്ക. എക്സ്ക്യൂസ് മീ, ഇവിടെ കൺട്രോൾ ഇല്ലാതെ കാട്ടുതീ പടരുന്നത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങ എന്താ ചെയ്യാ? ബാക്ക് ഫയർ, അതായത് പുതിയൊരു ഫയർ കൂടി ഉണ്ടാക്കുക. ആ ഫയർ ഓൾഡ് ഫയറിലേക്ക് പടരാൻ അനുവദിക്കുക. അപ്പോൾ അവ രണ്ടും കൂട്ടിമുട്ടി തനിയെ അണഞ്ഞു പോകും. നിനക്കത് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ പെൻ? തീ പറപ്പിക്കാനല്ലേ? ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു. എന്താ അതവിടെ ഇല്ലെന്നോ? ഈ ബാറ്റില് എന്റെ ജീവൻ വരെ പോവാനായതാണ്. എന്നിട്ട് നീ പറയുകയാണോ ആ ഒമിനിട്രിക്സ് ആ കപ്പലില്ലെന്ന്? സെൻസറിൽ കാണിക്കുന്നത് കപ്പലിലേക്ക് നമ്മൾ കറക്കുന്നതിന് തൊട്ടു മുൻപ് അതിൽ നിന്ന് ഒരു പേടകം പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടെന്നാണ്. അത് താഴെയുള്ള ആഗ്രഹത്തിൽ വീണിട്ടുണ്ടാവും. ഗോ ബ്രിങ് ടു മീ. അപ്പോൾ നീ പറയുന്നത് ഈ വാച്ച് എവിടെന്നോ തെറിച്ച് വന്ന് നിന്റെ കയ്യിൽ കുടുങ്ങിയതാണെന്നാണോ? സത്യമായിട്ടും ഗ്രാൻഡ്പാ, ഇത്തവണ എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റല്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ബെൻ. എനിക്ക് തോന്നുന്നു ഇവൻ ഇനി എന്നും ആ മോൺസ്റ്റർ ആയിട്ട് തന്നെ ഇരിക്കുമെന്ന്. ഇവൻ മോൺസ്റ്റർ അല്ല, ഏലിയനാണ്. ഐ മീൻ, ഇവനെ കണ്ടിട്ട് വേറെ എന്താണ് പറയുക? എനിക്ക് ഈ ഫയർ ഗായിട്ട് ഇരിക്കാൻ വയ്യ. ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെയാ ലിറ്റിൽ ലീഗ് കളിക്കുക? പന്ത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോവില്ലേ? ഇറ്റ്സ് ഓക്കെ, നമുക്കിതിനൊരു വഴി കണ്ടെത്താം. I'm back. പക്ഷെ കഷ്ടായിപ്പോയി. നീ ആ കരിപ്പട്ടി ആയിരുന്നപ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി.
ബട്ട് എനിക്കിതിപ്പോഴും ഊരി മാറ്റാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനെയാണോ നേരിടുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് വരെ നീ ഇതിലിനി കളിക്കണ്ട. ഞാൻ പോയി ആ പേടകം വീണ സ്ഥലം നോക്കിയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്കണം. ഇതിലമർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓ നിന്റെ മുഖം പോലെ തന്നെ നല്ല തമാശ. ഇതിലൊന്നും തൊടണ്ടെന്ന് നിന്നോട് ഗ്രാൻഡ്പ പറഞ്ഞതല്ലേ? കേട്ടു. അതിനിപ്പോ എന്താ? ഈ കുഞ്ഞായിരുന്നപ്പോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ താഴെ ഇട്ടിട്ടുണ്ടോ? ഒന്ന് പോയേ. ഈ സാധനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലേ. ഒട്ടുമില്ല. നീ ശരിക്കും എൻ്റെ ബന്ധു തന്നെയാണോ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നോക്കൂ വ്യൂൻ, എനിക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ എനിക്ക് ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും നമുക്ക് ഗുണമുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഏലിയനായിട്ട് മാറിയപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? ആദ്യം എനിക്ക് നല്ല പേടി തോന്നി. ഇത് ഞാനാണോ അതോ മറ്റൊരാളാണോ അങ്ങനെയൊക്കെ തോന്നി. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് കേട്ടാ. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഒറ്റ തവണ. ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു. അത് നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ലേ. ഇത് കാണാൻ നിന്നെക്കാൾ അഗ്ലിയാണല്ലോ. വാവ്, ഈ പട്ടിക ഒരു ബെൽറ്റെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഇതിന് കണ്ണൊന്നുമില്ലേ? പിന്നെ എന്തിനാടാ നീ എടുത്തത്? ഒന്നും കാണാൻ പറ്റില്ല അല്ലേ? ഓക്കേ, നോട്ട് ബാഡ്. വൃത്തിയായിട്ട നാറ്റം. ദെൻ ഒരൊറ്റ കാര്യം പറയാം, ആ പല്ലൊന്ന് വൃത്തിയാക്കടാ. ഞാൻ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നു. ഈ കാട്ടിൽ ചാടി നടക്കുന്നത് ഞാൻ ഗ്രാൻഡ്പയോട് പറയും. ഗ്രാൻഡ്പ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്തല്ലേ? ഒരു വിയേർഡ് ഡേ തന്നെയാണ്. യെസ് ഓർ നോട്ട് ഗുഡ്. ഒന്ന് മാറി നിൽക്കടാ സ്പാർക്കി. ഈ ഫ്ലെയിം മരവെട്ടുകാരനൊന്നും എൻ്റെ കസിൻ്റെ ഒരു ചുക്കും ചെയ്യില്ല. എന്തായാലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. താങ്ക് യു. നിന്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ട് എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെന്താണെന്ന് കൃത്യമായി അറിയുന്നത് വരെ അത് തൊട്ട് കളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. സോറി ഗ്രാൻഡ്പ. ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് ഏകദേശം അറിയാം. ഈ ബട്ടൺ അമർത്തിയാൽ ആ റിങ് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് വേണ്ട ആളെ കിട്ടുന്നത് വരെ കറക്കിയാൽ മതി. പിന്നെ താഴേക്ക് അമർത്തിയാൽ മതി. നമുക്കിതിൽ 10 സൂപ്പർ കൂൾ ഏലിയൻസിൽ ഒരാളായി മാറാം. എന്നിട്ട് ഈ സൂപ്പർ കൂൾ ഏലിയനായിട്ട് ഇരിക്കുമോ അതോ ആ പഴയ പീസ് ഫേസ് ആകുമോ? അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നിന്റെ കയ്യിലുള്ളത് ഇത്രയും പവർഫുൾ ആയതുകൊണ്ട് തന്നെ നീ അത് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ. ഹെൽപ്പ് മീ, ഞങ്ങൾ ആരെങ്കിലും സഹായിക്കണേ. ഞങ്ങൾ ആരെ ആക്രമിക്കുന്നു? അതൊരു റോബോട്ടാണെന്ന് തോന്നുന്നു. എന്നെ ആക്രമിച്ച അതേ ഐറ്റംസ് വാച്ചിന് വേണ്ടിയാവും വരുന്നത്. ഇവർ അപകടത്തിലായത് ഞാൻ കാരണമല്ലേ? എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. നീ എന്ത് ചെയ്യാനാ ടെന്നീസൺ? നോക്കാം. ഈനി മീനി മൈനി മോ, ലെറ്റ്സ് ഗോ. ഇവനെന്താ പവറുള്ളത്? എനിക്കറിയില്ല. സംഭവം സൂപ്പറായിരിക്കും. കണ്ടിട്ട് റോബോട്ടുകളുടെ അപ്പനാണെന്ന് തോന്നുന്നു. ഇത്തവണ ഞാനിതിൻ്റെ ശ്രദ്ധ തിരിക്കാം. നിങ്ങൾക്ക് എംബേഴ്സിനെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റൂ. അയാളെ വെറുതെ വിട്ടേക്ക്. നിനക്ക് ആരെങ്കിലും പോരെ ഫൈറ്റ് ചെയ്യാൻ? എങ്കിൽ വാ, എന്നെ നോക്കൂ. കൊള്ളാലോ. ഞാൻ പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കില്ല. വേഗം വാ. അപ്പോ നമ്മൾ സെയിം അല്ലേ? സെയിം. ഡാൻ,
ഗോ കമോൺ ഇവിടെ അടിക്കി. അവിടെ നിന്ന് മാറിക്കോ. റൺ. ചെയ്ത തെറ്റ് എപ്പോഴായാലും തിരിച്ചടിക്കുമെന്ന് അറിയില്ല. അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം ബെൻ, കലക്കി. ഓ ഡയമണ്ട് ഹെഡ് ഗായ്. പിന്നല്ല, മോശാവൂ, ഞാൻ പുലിയല്ലേ. ഓക്കെ ഫൈൻ, എൻ്റെ ജോലി ഇവിടെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ആരാണ് ആ ഗായ്? പരാജയം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിൽ നിന്ന് നോമിനേട്രിക്സ് തട്ടിയെടുത്തത് വെറും ഒരു മനുഷ്യനാണ്. വൈകാതെ എൻ്റെ ട്രോഫി എൻ്റെ വാളിൽ തൂങ്ങും. എവിടെ ബെൻ? ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇതൊന്ന് നോക്കിക്കേ. എനിക്ക് തോന്നുന്നു ഈ സമ്മർ ഇതുവരെ കണ്ടതിനേക്കാളും ബെസ്റ്റ് സമ്മറാണെന്ന്. തീർച്ചയായും. അത് കൊള്ളാമായിരുന്നു. പക്ഷെ നീ എവിടെ പോയത്? നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അതൊന്ന് വീണ്ടും നോക്കാൻ പോയതാ. ഡ്യൂഡ്, നമ്മൾ എങ്ങനെ എവിടെ എത്തിയത്? എനിക്കറിയില്ലടാ, എല്ലാം സൂപ്പർ ഫാസ്റ്റായിട്ടാണ് നടന്നത്. ഒരു ചെറിയ ഹെൽപ്പുണ്ട്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ പ്ലീസ് പ്ലീസ്.